حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعواهم والحمد لله رب العالمين. تقبل الله يا رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. ഈ സാധുക്കളായ മക്കളുടെ സ്ഥാപനമായ ചാരിറ്റി വില്ലേജിന്റെ ഈ ദുആഇന്റെ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദിവസവും ഈ നിമിഷം വരെയും ഈ സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് കൂട്ടായി നടന്ന മുഴുവൻ സേവന പ്രവർത്തനങ്ങളെയും ഇബാദത്തുകളെയും ഖിദ്മാത്തുകളെയും റഹ്മാനായ റബ്ബിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സാധുക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ വന്നു ചേർന്ന മുഴുവൻ ആളുകളുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും മുറാദുകളും അല്ലാഹു റബ്ബുൽ ആലമീൻ നിറവേറ്റി കൊടുക്കട്ടെ. അഭിലാഷങ്ങളെ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ആശങ്കകളെയും വിഷമങ്ങളെയും വേദനകളെയും രോഗങ്ങളെയും പ്രയാസങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വിശിഷ്യ ഒരുപാട് കാലങ്ങളായി സ്ഥാപനത്തിനെ ഒരുപാട് രൂപത്തിൽ സഹായിച്ച ഇതിൻ്റെ സഹകാരികളായ ഇതിലൊരു കുടുംബാംഗം പോലെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ പോങ്ങുമൂട് അബ്ദുസ്സലാം സാറ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, മക്കൾ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയം കൊടുക്കട്ടെ. അവരുടെ ജീവിത വഴികളെയൊക്കെ അല്ലാഹു സലാമത്തിലാക്കട്ടെ, ഐശ്വര്യത്തിലാക്കട്ടെ. വിശിഷ്യ സലാം സാറിൻ്റെ ഭാര്യയുടെ കാലിൻ്റെ മുട്ട് സംബന്ധമായ അസ്വസ്ഥത പരിപൂർണമായിട്ടും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. നടക്കാൻ പ്രയാസപ്പെടുന്ന ഫിസിയോതെറാപ്പിയും മറ്റ് ചികിത്സകളും ഒക്കെയായിട്ട് വളരെ വിഷമിച്ച് കഴിയുന്ന അവരുടെ രോഗാവസ്ഥയ്ക്ക് അല്ലാഹു ശമനം കൊടുക്കട്ടെ, പരിപൂർണമായി ശിഫ കൊടുക്കട്ടെ. ആഫിയത്തിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല ആരോഗ്യത്തോടു കൂടി ഇനിയും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് അവർക്ക് നൽകട്ടെ. അതുപോലെ സാറിൻ്റെ മകൻ്റെ ഭാര്യ ദുബൈയിൽ കഴിയുന്ന ഡോക്ടർ അനുയോജ്യമായ ജോലി അല്ലാഹു ലഭ്യമാക്കി കൊടുക്കട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ റാഹത്തായ ഒരു കുടുംബജീവിതത്തിൻ്റെ വഴി അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് തുറന്നു കൊടുക്കുമാറാകട്ടെ. അതുപോലെ സാറിൻ്റെ സഹോദരിയുടെ മകള് നസിൻ റഷീദിൻ്റെ ഭർത്താവിൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായി കേസ് ഒരുപാട് കാലങ്ങളായി അനന്തമായി നീണ്ടുകൊണ്ടിരുന്ന കേസ് അവസാന പടിയിൽ വിധിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ കുടുംബത്തിന് പരിപൂർണമായും അനുകൂലമാകുന്ന രൂപത്തിൽ കാലം ഇന്നോളം അനുഭവിച്ച വേദനകൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ ഒരു ചെറിയ ആശ്വാസമെങ്കിലും ആകുന്ന രൂപത്തിൽ അല്ലാഹു ഇതിനെ മാറ്റിക്കൊടുക്കട്ടെ. അവരാഗ്രഹിക്കുന്നത് പോലെ അനുകൂലമായ വിധി പരിപൂർണമായിട്ടും അവരാഗ്രഹിക്കുന്നത് പോലെ അതിന് വേണ്ട പ്രായശ്ചിത്തം ലഭിക്കുന്ന രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് അനുകൂലമായ വിധിയെ കൊടുക്കട്ടെ. അതിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്നും ഇതിൻ്റെ ഒരു വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ സ്ഥാപനത്തിന് നൽകാമെന്ന് പറഞ്ഞ നേർച്ചയും അല്ലാഹു കബൂൽ ചെയ്യാനുള്ള വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ. മറ്റെന്തെല്ലാം നെയ്യത്തുകൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുണ്ടോ അതിനെയൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തുകളും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ കരമന അലിയാർ കുഞ്ഞ് ഹാജി അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരനെ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ, അദ്ദേഹം അനുയോജ്യനായ ഒരു ഇണയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഇണയത്തിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. റാഹത്തായ കുടുംബ ജീവിതത്തിനുള്ള വഴി അല്ലാഹു റബ്ബുൽ ആലമീൻ തുറന്നു കൊടുക്കുമാറാകട്ടെ. ഖൈറായ ജീവിതം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. വരുമാന മാർഗങ്ങളിലൊക്കെയും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കോട്ടയം സജീർ സാഹിബ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതിനെ കബൂൽ ചെയ്യട്ടെ. എല്ലാ മാസവും ഒരു മാസവിധം സഹായിക്കുന്ന സഹോദരൻ്റെ നിയ്യത്തുകളെ, ജോലി, വരുമാനങ്ങളെ അല്ലാഹു ബറക്കത്തിലാക്കട്ടെ, ഐശ്വര്യത്തിലും ഉയർച്ചയിലുമാക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കുമാറാകട്ടെ. അതുപോലെ കുവൈറ്റിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ സ്വാദിക്കുന്ന സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നിയ്യത്തിനെയും അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ മംഗലപുരത്ത് താമസിക്കുന്ന സുഫിയാനത്ത് ബീവി എന്ന സഹോദരി, അവർ ഗൾഫിലാണ്. താമസിക്കുന്ന കെട്ടിടത്തിൽ, ഫ്ലാറ്റിൽ മോഷണ ശല്യവുമായി ബന്ധപ്പെട്ട് എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ട വളരെ വിഷമകരമായ അവസ്ഥയിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ആ പ്രതിസന്ധിയിൽ നിന്ന് അവർക്കൊരു മോചനം കൊടുക്കട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും, ശല്യങ്ങളിൽ നിന്നും, മനുഷ്യ പിശാചുക്കൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ ശൈത്താനിയത്തിൻ്റെ ഷർറാത്തുകൾ, എല്ലാ മനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ആ വീടിനെ, കുടുംബത്തിന്, അവിടുത്തെ താമസക്കാർ അല്ലാഹു കാക്കുമാറാകട്ടെ.
സുഫിയാനത്ത് ബീവി എന്ന ആ സഹോദരിയുടെയും കുടുംബത്തിൻ്റെയും വിഷമം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ സദസ്സ് അവസാന പ്രതീക്ഷയായി ഒരു വസിയത്ത് ചെയ്ത കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ കുളപ്പടയിൽ നിന്നും കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പടച്ചറമ്പിലേക്ക് യാത്രയായ നമ്മുടെ വേണ്ടപ്പെട്ട സഹോദരൻ മാഹി കുഞ്ഞ് സാഹിബിൻ്റെ പിതാവ്, അദ്ദേഹത്തിന് അല്ലാഹു ഖബർ പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളുടെ മയ്യത്തുകളോട് ജനാസകളോടൊപ്പം അല്ലാഹു അദ്ദേഹത്തിനെ പരിഗണിക്കുമാറാകട്ടെ. ഉന്നതമായ സ്വർഗം അല്ലാഹു നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഖൈറായ പരലോകം അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തൊളിക്കോട് നിന്നും എല്ലാ മാസവും നമുക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വലിയൊരു സഹായമായി തരുന്ന MBSലെ ഷഫീഖ് എന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിഹാബുദ്ദീൻ രണ്ടുപേരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതം അള്ളാഹു ഭാസുരമാക്കട്ടെ, ബറക്കത്തിലാക്കട്ടെ, ഐശ്വര്യമാക്കട്ടെ. അള്ളാഹുവിടെ വിഷമതകളെ മാറ്റിക്കൊടുക്കട്ടെ. കച്ചവടത്തിൽ പടച്ചിറപ്പ് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഐശ്വര്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഞാറമൂട് അമൽ എന്ന സഹോദരന്റെ പിതാവ് മരണപ്പെട്ടിട്ട് 1-ാമത്തെ ആണ്ടാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സ്വർഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽപ്പെടുത്തട്ടെ. കരപ്പങ്കോട് കബീർ എന്ന സഹോദരൻ അള്ളാഹു ശരീരത്തിന് സുഖം കൊടുക്കട്ടെ. ജീവിതം അള്ളാഹു അഭിവൃദ്ധിയിലാക്കി റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലെ പാലോട് താമസിക്കുന്ന അർഷാദ് എന്ന സഹോദരനും അതുപോലെ പോത്തങ്കോട് സുൽത്താൻ നജിമുദ്ദീൻ കോയ രണ്ടുപേരും റാസൽ ഖൈമ ഫോറത്തിൽ ഈ സ്ഥാപനത്തിന്റെ സഹകാരികളായി കഴിയുന്നവരാണ്. അവരുടെ ജീവിതം അള്ളാഹു ബറക്കത്തിലാക്കട്ടെ, ഐശ്വര്യത്തിലാക്കട്ടെ. ജീവിത വഴികളെ അള്ളാഹു റാഹത്തിലും ഉയർച്ചയിലുമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കാത്തുകളും അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വെമ്പായം സ്വദേശി നിലവിൽ ദുബൈയിൽ കഴിയുന്ന റജാസ് എന്ന സഹോദരൻ ഈ നാട്ടിലെ പല സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഉപജീവന വഴികളിലൊക്കെ നടന്നു. എന്നാൽ ചെറിയ പരാജയമൊക്കെയായി വലിയ ബാധ്യതയിലായി നിക്കക്കള്ളിയില്ലാതെ വീണ്ടും പുതിയൊരു ജോലി തിരക്കി ഗൾഫിലെത്തി. അവിടെ ഈ വിഷമകരമായ അവസ്ഥയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം, പുതിയ പ്രസ്ഥാനം അവരും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് ആ സംരംഭം എത്തുകയാണെങ്കിൽ അതിൽ നിന്നും വലിയൊരു സഹായം ഈ സ്ഥാപനത്തിന് വാഗ്ദാനം ചെയ്ത കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ നിയ്യത്ത് പോലെ ഈ സ്ഥാപനത്തിനുള്ള പടച്ചറബിന്റെ കരുണയുടെ പേരിൽ ആ സഹോദരന്റെ വിഷമതകളെ മാറ്റി ആഗ്രഹിക്കുന്നത് പോലെ റാഹത്തായ ഒരു ജീവിതവും വരുമാനം വഴികളും പടച്ചറബിന് കൊടുത്ത് അനുഗ്രഹിക്കണം. പോലെ നാദാപുരം വളയത്തെ ഖാദർ ഹാജി എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു കൊടുക്കട്ടെ. ആലപ്പുഴ നാസറുദ്ദീൻ എന്ന സഹോദരനും അള്ളാഹു ഖൈറും ബറക്കാത്തുകൾ കൊടുക്കുമാറാകട്ടെ. പാനൂർ KP ഹൗസിൽ ജുസൈറ എന്ന സഹോദരി അവരുടെ നിയ്യത്തിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആദിൽ ആര്യനാട് ഉപ്പാപ്പ അബ്ദുൽ കരീം സാഹിബ് മരണപ്പെട്ടതിന്റെ 3-ാമത്തെ ദിവസം മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കാത്തും നിഅമാത്തുകളും അള്ളാഹുവിന്റെ പരലോക ജീവിതത്തിൽ കൊടുക്കുമാറാകട്ടെ. വട്ടിയൂർക്കാവ് റസിയ എന്ന സഹോദരിയുടെ പിതാവ് മരണപ്പെട്ടിട്ട് 23 വർഷമാവുകയാണ്. അതുപോലെ വാപ്പുമ്മ മരണപ്പെട്ടിട്ട് 14-ാമത്തെ വർഷമാണ്. ഇരുവർക്കും അള്ളാഹു റഹ്മത്ത് നൽകട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സ്വർഗാവകാശികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ പെടുത്തുമാറാകട്ടെ. സന്തോഷകരമായ ബർസഖി ജീവിതം അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك.
سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم انزل المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا وفي مجلسنا هذا بركة ورحمة وسلامة تامة يا راحم المساكين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا عليك توكلنا وإليك نبنا وإليك المصير أرحم الرحيم يا ديالواയ അല്ലാഹ് കരുണാവാരിധിയായ റഹ്മാനെ കാരുണ്യക്കടലായ അല്ലാഹ് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ ഓതിയ നിന്റെ പരിശുദ്ധ ഖുർആൻ അദ്കാർ സ്വലാത്ത് സലാം തസ്ബീഹാത്തുകൾ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടതായിട്ടുണ്ടോ ഒക്കെ നീ കബൂലാക്കണം അല്ലാഹുവേ അതിനെല്ലാം നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തവസ്സുലാക്കി ചോദിക്കുന്നു പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ വന്നു പോയി ചെറുതും വലുതുമായ മുഴുവൻ അപരാധങ്ങളെ തെറ്റുകളെ കുറ്റങ്ങളെ നീ മാപ്പാക്കണം റബ്ബേ വീഴ്ചകൾക്ക് നീ മഹ്ഫിറത്ത് നൽകണേ നീ പുറത്തു തരണേ നിന്റെ പ്രത്യേകമായ കാവലും തിരുനോട്ടവുമുള്ള ഇടങ്ങളിൽ പടച്ചവനെ ഞങ്ങൾക്ക് കൂടുതൽ സാന്നിധ്യം തരണേ പടച്ച റബ്ബേ റഹ്മാനായ നാഥ നിന്റെ അടിമകളിൽ നിന്റെ പ്രത്യേക പരീക്ഷണമായി നീ സൃഷ്ടിച്ച സാധുക്കളായ മക്കള് സഹോദരങ്ങള് നാടിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലുള്ളവരുണ്ട് റബ്ബേ അവർക്കെല്ലാവർക്കും എന്നൊരു അഭയസ്ഥാനമായി മാറി പ്രസ്ഥാനത്തിന് നീ കബൂലാക്കണം ഇന്നേവരെ നിന്റെ അഭൗതികമായ സഹായം ഒന്നുകൊണ്ട് മാത്രം പ്രവർത്തിച്ചെത്തിയ ഈ പ്രസ്ഥാനത്തിന് ഖിയാമത്ത് വരെ ഉത്തരോത്തരം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിച്ച് എല്ലാ വിഭാഗം ആളുകളും സഹായിക്കുന്ന സഹകരിക്കുന്ന അനുകൂല മനോഭാവം വെക്കുന്ന ഒരു സംരംഭമായി നീ കബൂലാക്കണേ നീ വിജയിപ്പിക്കണം റഹ്മാനെ അല്ലാഹുവേ റഹ്മാനും റഹീമുമായ രാജസയ്യിദായ റബ്ബേ ഏതെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ മജ്‌ലിസിലുണ്ടോ അവിടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെ മുറാദുകളെ നീ സഫലമാക്കണേ പടച്ചവനെ ഇടങ്ങേറുകളെ അസ്വസ്ഥതകളെ മാറ്റണം ആഫിയത്തോടെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം ജീവിതം നീ സലാമത്തിലാക്കണം അഭിവൃദ്ധിയിലാക്കണേ ഖൈർ ബറകാത്തുകൾ നൽകണേ പടച്ച റബ്ബേ റഹ്മാനായ റബ്ബേ ഇവിടെ പേര് വായിക്കപ്പെട്ടവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ സഹകാരികളാണല്ലോ റബ്ബേ അല്ലാഹുവേ അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളും നീ ബറക്കത്തിലും ഐശ്വര്യത്തിലും ആക്കണം വിഷമതകളെ പ്രതിസന്ധികളെ മാറ്റണേ റബ്ബേ വിശിഷ്യ ഇന്നിവിടെ പേര് വായിക്കപ്പെട്ട ഓരോ വ്യക്തികളുടെയും ശാരീരിക മാനസിക പ്രയാസങ്ങളെ മാറ്റണേ റബ്ബേ അല്ലാഹുവേ ഈ സ്ഥാപനത്തിന്റെ അടിയന്തര പ്രാധാന്യത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണങ്ങളിൽ സഹായിച്ചവരുണ്ട് റബ്ബേ ആ നിർമ്മാണങ്ങളെല്ലാം നിലനിൽക്കുമ്പോളം കാലം അതിന്റെ പ്രതിഫലം അനുസ്യൂതമായി പടച്ചവനെ ആ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ ജീവിതത്തിലുടനീളം നൽകണേ നീ അനുഗ്രഹിച്ചവരിൽ പെടുത്തണം നീ സ്വീകരിച്ചവരിൽ പെടുത്തണം പടച്ച റബ്ബേ റഹ്മാനായ റബ്ബേ റഹീമായ നാഥ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ഖബറാളികളെ ആ ഖബറിന്റെ ഹാലാത്തുകൾ നീ മാത്രം അറിയുന്നവനാണ് റബ്ബേ അല്ലാഹുവേ ആ ഖബറുകളെല്ലാം നീ റാഹത്തായ ഖബറിന്റെ ഉടമകളാക്കണേ
പരലോക ജീവിതം നീ ധന്യമാക്കണേ അല്ലാ. ഉണച്ചവനെ നീ പരലോക ജീവിതം ധന്യമാക്കണം അല്ലാ. അല്ലാഹു റഹ്മാനായ റബ്ബേ റഹീമായ നാഥാ, വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ അവരേതെല്ലാം ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളാണോ മനസ്സിൽ കരുതിയത് ഒക്കെയും നീ നിറവേറ്റി കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, അടുത്ത ദിവസം വളരെ പ്രതീക്ഷയോടെ ഒരു കേസിന്റെ വിധി പ്രതീക്ഷിച്ച് കഴിയുന്ന സലാം സാറിന്റെ സഹോദരിയുടെ മകളുടെയും കുടുംബത്തിന്റെയും നീയത്തിനെ നീ കബൂലാക്കണം അല്ലാ. നീ വിജയിപ്പിക്കണം അല്ലാ. പടച്ചറബ്ബേ റഹ്മാനായ റബ്ബ് അവരാഗ്രഹിക്കുന്നത് പോലെ അവർക്ക് അനുകൂലമായി സമാധാനം ലഭിക്കുന്ന ഒരു വിധി തന്നെ നൽകണേ അല്ലാ. ആ ഒരു വിധി തന്നെ നൽകണേ അല്ലാ. അല്ലാഹുവേ, മറ്റ് ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമതകൾ എന്തെല്ലാം ഉണ്ടായാലും അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, നിന്നെ അടിയുറച്ച് നിന്നെ മാത്രം തഖ്വാ ചെയ്ത് തവക്കുലാക്കി ജീവിച്ച് നിന്നിലൂടെ സഞ്ചരിച്ച് നിന്റെ ഖുർആനിലൂടെ സഞ്ചരിച്ച് നിന്റെ ഖുർആനിക ജീവിതത്തിലായി മൗത്തായി നിന്നിലേക്ക് എത്തിച്ചേരുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ ദുആ ഇന്ന് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന അയ്ദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.